ഇയാൾക്ക് എന്തറിയാം? കണ്ണീർ കുടിക്കാൻ മാത്രം അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഒരു കാര്യം പറഞ്ഞു. മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു. മാർപ്പാപ്പയുടെ പേരെന്താ? മാർപ്പാപ്പയുടെ പേരെന്താ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? എന്തിനാണ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അങ്ങനെയല്ല. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ തുള്ളികളുടെ അപ്പുറം വല്ലതും മനസ്സിലായ? നോട്ടം കണ്ടിട്ടൊന്നും മനസ്സിലാകാത്ത പോലെ. ഒന്നും മനസ്സിലായില്ല. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ തുള്ളികൾക്കപ്പുറത്ത് അവ്യക്തമായിട്ട് നമുക്ക് ഈശോയെ കാണാൻ പറ്റുമെന്ന്. അതായത് വേദനിക്കുന്നവൻ്റെ സമീപത്താര് നിപ്പുണ്ട്? ഈശോ നിപ്പുണ്ട്. സങ്കടപ്പെടുന്നവൻ്റെ അടുത്ത്, അത് സങ്കടപ്പെട്ടാലേ കാണാൻ പറ്റും അവ്യക്തമായിട്ട്. എങ്ങനെയാണ് അവ്യക്തം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമല്ലാതെ. അതായത് അയാൾക്ക് ശരിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈശോ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ ആയുസ്സിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ഈ കണ്ണീർ പൊഴിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ടാണ്. സമ്മതിച്ചല്ല? എൻ്റെ മോളെ ഒന്ന് അറിയണം. ഞാൻ എവിടുന്നാന്നറിയാമോ? ഞാൻ അർത്തുങ്കെന്നാണ്. എവിടുന്നാണ്? ഒന്ന് കൈയടിച്ച ഞാൻ അർത്തുങ്കെന്ന്. ഞാൻ അർത്തുങ്കെന്നാണ്. എല്ലാ ദിവസവും, എല്ലാ ശനിയാഴ്ച എൻ്റെ അമ്മച്ചി ഇവിടെ വരും. ഇന്ന് അമ്മച്ചി വന്നിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ അമ്മച്ചിയോട് മനഃപൂർവ്വം ഞാനൊരു നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ഒരമ്മച്ചി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മകന് പ്രസംഗിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അമ്മച്ചിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. അതുകൊണ്ട് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, ഒരു നുണ പറഞ്ഞു. എല്ലാ ആഴ്ച അമ്മച്ചി ഇവിടെ വരുന്ന അത് വരാൻ തുടങ്ങിയ നാള് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചി ഇവിടെ വരും. അമ്മച്ചിയുടെ പേരെന്താണെന്നറിയാമോ? ഇല്ല, അടുത്ത ആഴ്ച വരുമ്പോൾ അന്വേഷിക്കണം. മറിയക്കുട്ടി. അർത്തിങ് എന്നുള്ള മറിയക്കുട്ടി ആരാണ്? മറിയക്കുട്ടിയുടെ കെട്ടിയാൻ്റെ പേര് ആൽബി എന്നാണ്. എന്താണ് മറിയക്കുട്ടിയുടെ കെട്ടിയാൻ്റെ പേരെന്താണ്? മറിയക്കുട്ടിയുടെ കെട്ടിയാനപ്പം എൻ്റെ ആരായിരിക്കുള്ളൂ? ആരാണ്? എൻ്റെ അപ്പച്ചൻ. അപ്പോൾ അമ്മച്ചി. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ, നിങ്ങളുടെ എനർജിയുടെ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും നല്ല കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ധ്യാന കേന്ദ്രം നിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം തന്നെയാണ്. ഒന്ന് കൈയടിച്ചേ. ഇത് ഏറ്റവും വലിയ സ്നേഹമാണ്. ഞാൻ പറയും ഏറ്റവും വലിയ സ്നേഹമാണ്. അമ്മച്ചിമാരായ നിങ്ങളെ ഒരുമിച്ച് പരസ്പരം കാണാനും ദൈവത്തെ കാണിച്ചു തരാനും ഈ ഒരു സന്തോഷം പങ്കിടാനും ഒക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്നത് സന്തോഷമല്ലേ? ഒന്നുകൂടെ കൈയടിക്കുക. ശരിക്കുമാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മച്ചിയോട് ഞാൻ വരാനായിട്ടും ഇവിടെ നിൽക്കാനായിട്ടും ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ്. അത്രയേറെ ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ജീവിതകാലം തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മയോടാണ്. എന്തുകൊണ്ടാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് സങ്കടങ്ങൾ പരിചയമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സങ്കടങ്ങൾ അറിയാം. പരിശുദ്ധ അമ്മയ്ക്ക് സങ്കടങ്ങൾ അറിയാം. ആരുടെയും സങ്കടങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ ഒഴിഞ്ഞു മാറില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് സങ്കടം അറിയാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സങ്കടങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായാലും നിങ്ങൾ ഒരു കാര്യം പറയും, സന്തോഷിക്കുമ്പോൾ സൂക്ഷിക്കണം,
കാരണം എന്താ? ഒരു സങ്കടം വരുന്നുണ്ട്. ചിരിക്കണ്ട പറയൂലേ, ചിരിക്കണ്ട. കാര്യം എന്താ? ഒരു സങ്കടം വരും. എന്തുകൊണ്ടാ? അമ്മച്ചിമാര് സങ്കടത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സങ്കടങ്ങളെയാണ്, വേദനകളെ. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ഇത്രയ്ക്ക് ഇഷ്ടം വരിക. വണക്കമാസം വായിക്കുന്നുണ്ടോ? എത്ര വീട്ടിൽ വണക്കമാസം വായിക്കുന്നുണ്ട്? കൈപൊക്കിയേ. വണക്കമാസം വായിക്കുന്നുണ്ടോ? ഇത്രയും വീടുകളിലെ വായിക്കുന്നുള്ള. കടശി എന്നാണ് 31 നടത്തുക. പാച്ചറൊക്കെ വെച്ച് കൊടുക്കുക, പാച്ചറൊക്കെ വെച്ച് കൊടുക്കുക, കഞ്ഞി വെച്ച് കൊടുക്കുക, കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുക. വളരെ ആഘോഷമായിട്ട് സാധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊക്കെ കുറെ പ്രാർത്ഥിക്കുന്നവരാണ്, അത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്? ശരിക്കും ആലോചിച്ചിട്ട് ഉത്തരം പറയണം. കുറെ പ്രാർത്ഥിക്കുക, അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക? കുറെ പ്രാർത്ഥിക്കുക. ശരിക്കും കുറെ പ്രാർത്ഥിക്കണം, അതാ നന്നായിട്ട് പ്രാർത്ഥിക്കണം? നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നല്ല ഹോർലിക്സ് ഒക്കെ തിന്ന് ബോൺവിറ്റായൊക്കെ തിന്ന് എങ്ങനെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്? കുറെ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കണം, നന്നായിട്ടും പ്രാർത്ഥിക്കണം അല്ലേ? എന്തൊക്കെ പ്രാർത്ഥിക്കണം? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കുറെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ അങ്ങോട്ട് പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. തിരുസഭ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറയുന്ന സമയം ഏതാണ്? എപ്പോഴാ? അതായത് പ്രാർത്ഥിക്കാൻ പറയണ സമയത്ത് പള്ളിയിൽ മണിയടിക്കും. പള്ളി മണിയടിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. എപ്പോ പ്രാർത്ഥിച്ചാൽ മതി? പള്ളിയിൽ മണിയടിക്കുമ്പോൾ. പള്ളിയിൽ മണി അടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ എപ്പോഴൊക്കെയാണ് മണിയടിക്കണം? ഓക്കെ, വെളുപ്പിന് എത്ര മണിക്ക് അടിക്കും? പള്ളിയിൽ 5 മണിക്ക് മണിയടിക്കുമ്പോൾ എന്ത് പ്രാർത്ഥന ചൊല്ലണം? പള്ളിയിൽ ആദ്യം അടിക്കുന്ന മണിയുടെ പേരെന്താണ്? ഇരുമ്പ് മണി, ഓട്ടുമണി, അലൂമിനിയം മണി, പാട്ടമണി? പള്ളിയിൽ വെളുപ്പിന് 5 മണിക്ക് അടിക്കുന്ന മണിയുടെ പേരെന്താണ്? കുരിശുമണി. പിന്നെന്താ നിങ്ങൾ പറയാഞ്ഞത്? എന്നെ പേടിച്ചിട്ടാണോ? കുരിശുമണി. അപ്പൊ കുരിശുമണി അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുരിശ് വരക്കണം. കുരിശ് വരച്ചിട്ട് ഏത് പ്രാർത്ഥന ചൊല്ലണം? കർത്താവിൻ്റെ മാലാഖ. പിന്നെ ഉച്ചക്ക് മണിയടിക്കും. എത്ര മണിക്ക്? എത്ര മണിക്കാ? 12 മണിക്ക്. ആ 12 മണിക്ക് വൈകിട്ട് എത്ര മണിക്കാ? 7 മണിക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുരിശ് വരക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മാലാഖ ചൊല്ലണം. പിന്നെ 7 മണി കഴിഞ്ഞപ്പോൾ അടിക്കും. 1 മണി കൂടെ അടിക്കും. 8 മണിക്ക് അടിക്കും. അതെന്തിനാ? അത് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. ചോറ് തിന്നാൻ വേണ്ടിയിട്ടല്ല. ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെ എന്തിനാ? എന്ത് പ്രാർത്ഥന? ആത്മക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലണം. ശരിക്കും പറഞ്ഞാൽ ആത്മക്കാർക്കുള്ള പ്രാർത്ഥന ചൊല്ലി തിരുസഭ പള്ളിവാതിൽ അടച്ചു. ഇനി രാവിലെ പ്രാർത്ഥിച്ചാൽ മതി.